7 മണിയോടെ ആമിയും സ്വാതിയും തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. എടി, അപ്പുറത്ത് ശ്രുതിയുടെ അവിടെ ലൈറ്റൊന്നും ഇല്ലല്ലോ. അവരവിടെ ഇല്ലെന്ന് തോന്നുന്നു. ശ്രുതിയുടെ വീടിന്റെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ആമി പറഞ്ഞു. അത് ഞാൻ പറയാൻ വിട്ടു. സുഭാഷ് ഏട്ടൻ എന്നെ വിളിച്ചിരുന്നു. അവര് ഏതൊക്കെയോ അമ്പലത്തിൽ പോയിരിക്കുകയാണ്, എത്താൻ വൈകുമെന്ന്. അതെന്താ പെട്ടെന്നൊരു അമ്പലത്തിൽ പോക്ക്? ആമി സംശയത്തോടെ ചോദിച്ചു. എടി പോത്തെ, അത് നിനക്ക് വേണ്ടിയിട്ടാ. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ചോദിക്കുന്നത് കേട്ടില്ലേ? അവളുടെ തലക്കിട്ടൊരു കൊട്ടു കൊടുത്ത് വാതിൽ തുറന്നുകൊണ്ട് സ്വാതി പറഞ്ഞു. ഓ എടി, എനിക്ക് വേദനിച്ചു. അപ്പോ അവരും അറിഞ്ഞോ കാര്യം? ഇന്നലെ ദേവി ഉണ്ടാക്കിയ പ്രശ്നം കാർത്തു ചേച്ചി വിളിച്ച് ശ്രുതിയോട് പറഞ്ഞിരുന്നു. പിന്നെ ഇന്ന് ഞങ്ങൾ നിന്നെ വിളിക്കാൻ വന്ന സമയത്ത് അമ്മ വിളിച്ച് സുഭാഷേട്ടൻ്റെ അമ്മയുടെ അടുത്ത് നിന്റെ വീട്ടിലുണ്ടായ പ്രശ്നവും പറഞ്ഞു. അതൊക്കെ കൊണ്ടാ അവരെല്ലാവരും കൂടി പോയത്. അപ്പോൾ നാളെ എനിക്ക് സുഭാഷേട്ടൻ്റെ വക ഒരു സുവിശേഷ പ്രസംഗം കേൾക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അല്ലേ? സുഭാഷും ശ്രുതിയും തന്നെ ചീത്ത പറയുന്ന രംഗം മനസ്സിൽ സങ്കല്പിച്ച് നോക്കിക്കൊണ്ട് ആമി പറഞ്ഞു. അത് പിന്നെ തീർച്ചയല്ലേ മോളെ? അവളെ കളിയാക്കുന്നത് പോലെ ഒരു ഈണത്തിൽ സ്വാതിയും പറഞ്ഞു. ദുഷ്ടേ, നിനക്കൊന്ന് സംസാരിച്ച് മയപ്പെടുത്തി കൂടെ അങ്ങേരെ? എന്തോ? എങ്ങനെ? ഞാനേ കുറച്ച് എരിവ് കയറ്റി കൊടുക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് നിന്റെ ടേബിളിൽ നിന്ന് ആ ഡിവോഴ്സ് പേപ്പർ കിട്ടിയപ്പോൾ മുതൽ ഞാൻ അനുഭവിച്ച വിഷമം. എന്തു പറഞ്ഞ് എങ്ങനെ സംസാരിച്ച് നിന്നെ തിരുത്തുമെന്ന് പോലും എനിക്കൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് നിന്നോട് സംസാരിപ്പിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ ഒട്ടും വിചാരിക്കാതെ ഒരു മരണ ആവശ്യത്തിന് വേണ്ടി നാട്ടിൽ പോകേണ്ടി വന്നു. ശരീരം അവിടെ ആയിരുന്നുവെങ്കിലും മനസ്സ് ഇവിടെയായിരുന്നു. ഒടുവിൽ രാത്രി ചേച്ചി വിളിച്ച് ദേവി നിനക്ക് വേണ്ടി സംസാരിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു സമാധാനം കിട്ടിയത്. നിനക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം തോന്നി മനസ്സിൽ. എല്ലാത്തിനും മറുപടിയായി ആമി ഒന്ന് ചിരിച്ചു. അല്ലാതെ ഒരു മറുപടിയും അവൾക്ക് നൽകാനായില്ല. രാത്രി തൻ്റെ റൂമിൽ നിന്ന് ദർശനോട് സംസാരിക്കുകയായിരുന്നു നിഖിൽ. അന്നേരമാണ് കാർത്തു മുറിയിലേക്ക് കയറി വന്നത്. നീ തൽക്കാലം അവളെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങാൻ നോക്ക്. അതല്ലാതെ ഈ രാത്രി വേറൊരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കാർത്തുവിനെ നോക്കി ഒന്ന് കൺചിമ്മി കാണിച്ചുകൊണ്ട് ദർശനോടായി നിഖിൽ പറഞ്ഞു. എന്തായി, അച്ഛനും അമ്മയും ഉറങ്ങിയോടാ? ഫോൺ കട്ടാക്കി ടേബിളിലേക്ക് വെച്ചുകൊണ്ട് നിഖിൽ ചോദിച്ചു. ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങാത്തത് കൊണ്ട് രണ്ടുപേരും വേഗം ഉറങ്ങാൻ പോയി. ശരിയാ, എനിക്കും നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. നമുക്കും കിടന്നു കളയാം. ദർശേട്ടനാണോ ഫോൺ വിളിച്ചത്? കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ ജഗ് ടേബിളിൽ വെച്ച് കണ്ണാടിയുടെ നേർക്ക് നടന്നുകൊണ്ട് കാർത്തു ചോദിച്ചു. അതെ അതെ, അവന് തൻ്റെ അനിയത്തിയെ കാണാതിരിക്കാൻ വയ്യെന്നാ പറയുന്നത്. മുടി ചീവി ഒതുക്കുന്നതിനിടയ്ക്ക് അവൻ പറയുന്നത് കേട്ട് അവളും ഒന്ന് ചിരിച്ചു പോയി. രാധികാൻ്റിയുടെയും ലതാൻ്റിയുടെയും കൂടെ നാളെ രാവിലെ തന്നെ ജോൾസിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വിവാഹം നടത്തുമായിരിക്കും. അതുവരെ ഒന്ന് ക്ഷമിക്കാൻ പറ കൂട്ടുകാരനോട്. അതാണ് ഇനി അടുത്ത പേടി. അയാളിനി എന്തൊക്കെ പറയുമെന്ന് ആർക്കറിയാം? പേടിക്കാനൊന്നും ഉണ്ടാവില്ലാന്നേ. എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചിട്ടില്ലേ? എത്രയും വേഗം ഒരു തീയതി കുറിച്ച് കിട്ടിയാൽ അന്ന് തന്നെ ക്ഷേത്രത്തിൽ പോയി ഒരിക്കൽ കൂടി താലി കെട്ടി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാ രാധികാൻ്റിയുടെ ആഗ്രഹം. അതുപോലെ തന്നെ നടക്കും, നോക്കിക്കോ. ദേവിയുടെയും വിച്ചുവിൻ്റെയും വിവാഹം കൂടി അതിൻ്റെ ഒപ്പം നടത്തണമെന്ന് അവിടെ പറയുന്നത് കേട്ടല്ലോ. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? അങ്ങനെ തന്നെയാ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് 4 പേർക്കും കൂടി പിറ്റേ ദിവസം നല്ല രീതിയിൽ ഒരു റിസപ്ഷൻ കൂടി നടത്താമെന്നാ ആലോചിച്ചിരിക്കുന്നത്. അത് നല്ല കാര്യമാണ്. ആളുകളെ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ? എല്ലാവരും അറിയണ്ടേ കല്യാണം നടന്ന വിവരം? പിന്നെ ആമിക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെ അമ്പിയേട്ടനും അമ്മാവനും നീയയും ഒക്കെ ഈ വിവരങ്ങൾ അറിയുമ്പോൾ ആ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് പേടി. എന്ത് പേടി? അവരെന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കത്തൊന്നുമില്ലല്ലോ. അവൻ ആ അമ്പിക്കെട്ട് ഞാൻ പണ്ടേ ഓങ്ങി വെച്ചതാ. അന്ന് നിന്റെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കുമ്പോൾ 2 അടി ഞാൻ കൂടുതൽ കൊടുക്കാനാ വിചാരിച്ചിരിക്കുന്നത്. അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മളായിട്ട് ഒന്നും അങ്ങോട്ടേക്ക് ചെയ്യാൻ നിൽക്കണ്ട. ഇങ്ങനെ അതങ്ങ് തീർന്നു പോവുകയാണെങ്കിൽ തീർന്നു പോയിക്കോട്ടെ. അതെന്താടോ? ഞാൻ തൻ്റെ മുറച്ചെറുക്കനെ തല്ലാൻ പോവാണെന്ന് കേട്ടപ്പോൾ സഹിച്ചില്ലേ തനിക്ക്? നിഖിലേട്ടാ, വേണ്ടാട്ടോ, എനിക്ക് ദേഷ്യം വരും. അവനെ ഒന്ന് കണ്ണുകൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഒരു തമാശ പറഞ്ഞതല്ലേ എൻ്റെ വൈഫി. നീ ഇങ്ങനെ എന്നെ നോക്കി ദഹിപ്പിക്കാതെ. അവൻ കൈകൊണ്ട് ക്ഷമ ചോദിക്കുന്നത് പോലെ പറഞ്ഞു. വേറെ എന്ത് രീതിയിൽ വേണമെങ്കിലും എന്നോട് തമാശ പറഞ്ഞു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം വേണ്ട. ജീവിതത്തിൽ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ.
അവൻ നടന്ന് അവൾക്കടുത്തേക്ക് വന്നു. സങ്കടായോ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ? രണ്ട് കൈയും അവളുടെ തോളിനുമേൽ വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. സങ്കടമൊന്നും ആയില്ല. തമാശ പറയാനുള്ള സ്ഥാനം പോലും ഞാനിന്ന് ആ മനുഷ്യന് കൊടുക്കുന്നില്ല. ശരി, എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇനി ഞാൻ അത് പറയുന്നില്ല. എന്നാ നമുക്ക് കിടന്നാലോ? അവൾ ചിരിച്ചുകൊണ്ടൊന്നു മൂളി. അതെ, എനിക്കൊരു പരാതിയുണ്ട്. കുസൃതി നിറഞ്ഞ മുഖത്തോടെ നിഖിൽ കാർത്തുവിനെ നോക്കി ചോദിച്ചു. എന്ത് പരാതി? ബെഡ് ശരിയായി ഒന്നുകൂടി വിരിക്കുന്ന നേരത്ത് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവളും ചോദിച്ചു. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തെ ഭാവം അവൾ കണ്ടില്ല. 2-3 ദിവസമായി എന്നെ നേരാവണ്ണം ഒന്ന് പരിഗണിച്ചിട്ട്. മുകളിലേക്കൊക്കെ നോക്കിക്കൊണ്ട് പരാതി പറയുന്നത് പോലെ അവൻ പറഞ്ഞപ്പോൾ അവൾ ചെയ്യുന്ന പ്രവൃത്തി നിർത്തിവെച്ച് അവനെ ഒന്ന് കണ്ണുകൂർപ്പിച്ചു നോക്കി. ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിടയ്ക്ക് ഞാൻ നിങ്ങളെ പരിഗണിക്കണമായിരുന്നോ മനുഷ്യ? ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ, ഇനിയും ആവാലോ പരിഗണന. മുകളിലേക്ക് നോക്കി കണ്ണ് ചുറ്റും ഒന്ന് ഉരുട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. എൻ്റെ മുറിച്ചിറക്കൻ്റെ പേരും പറഞ്ഞ് കളിയാക്കിയതല്ലേ, അതുകൊണ്ട് ഇന്ന് പരിഗണിക്കേണ്ട എന്ന് തീരുമാനിച്ചു. കുറുമ്പോടെ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കയറി മുട്ടുകാൽ കുത്തി നീങ്ങി അവൾ അപ്പുറത്തെ വശത്തേക്ക് കിടന്നു. അത്രയും ഭയങ്കരമായ തീരുമാനങ്ങളൊക്കെ എടുക്കണം, അല്ലെങ്കിൽ തന്നെ നിനക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പ്രസ്താവന പിൻവലിച്ചതല്ലേ? അവൻ പറഞ്ഞതിന് അവളിൽ നിന്നും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതെ. കട്ടിലിൽ ചാരി നിന്ന് ഒന്ന് എത്തി നോക്കിക്കൊണ്ട് അവൻ പിന്നെയും വിളിച്ചു നോക്കി. അവൾ ചിരി കടിച്ചു പിടിച്ച് തിരിഞ്ഞു തന്നെ കിടന്നു. പാവങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലല്ലോ. സ്വയം പറഞ്ഞുകൊണ്ട് അവനും അവൾക്കരികത്തായി കുറച്ചകലേക്ക് നീങ്ങി കിടന്നു. അപ്പോഴും പറഞ്ഞത് കേട്ടുവെങ്കിലും കാർത്തു മിണ്ടാതെ തന്നെ ചിരിച്ചുകൊണ്ട് കിടന്നു. അങ്ങനെ ഇപ്പോൾ പരിഗണിക്കാതെ ഞാൻ വിടുന്നില്ല. പറയുന്നതിനൊപ്പം തന്നെ കൈനീട്ടി അവളെ പിന്നിൽ കൂടി തന്നിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നിഖിലേട്ടാ, വിടന്നേ. അവനെ തട്ടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കിടന്നോ പെണ്ണെ, ഇല്ലെങ്കിൽ എനിക്കുമുണ്ട് മുറപ്പെണ്ണ്. അതിന്? ഇത്തവണ അവനെ ബെഡിലേക്ക് തള്ളിയിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് തലചായ്ച്ച് വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഒപ്പം കുറുമ്പോടെ അവൻ്റെ നെഞ്ചിലെ രോമങ്ങളിൽ പിടിച്ചു വലിച്ചു അവൾ. വേദനിക്കുന്നു പെണ്ണെ, വേദനിക്കട്ടെ. അതിനുവേണ്ടി തന്നെയാ ചെയ്തത്. ഇനി ഇങ്ങനത്തെ വർത്താനങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ. ഓഹോ, അപ്പോൾ തിരിച്ച് എനിക്കും വേദനിപ്പിക്കാലോ. പറയുന്നതിനോടൊപ്പം തന്നെ അവളെ തിരിച്ച് കട്ടിലിലേക്ക് കിടത്തി 2 കൈയും പിറകിലേക്ക് ചേർത്ത് വെച്ച് ലോക്ക് ചെയ്തു അവൻ. അത്രയും നേരം കുറുമ്പും കുസൃതിയും നിറഞ്ഞ അവൻ്റെ മുഖത്ത് ഇപ്പോൾ മറ്റെന്തോ ഭാവങ്ങൾ കൈവന്നു. അത് മനസ്സിലാക്കി എന്ന പോലെ അവളുടെ മുഖവും നാണത്താൽ ചുവന്നു. എന്ന് തീരും പെണ്ണെ നിന്റെ ഈ നാണം? അവനെ ഒന്ന് നോക്കി മുഖം മറുവശത്തേക്ക് ചെരിച്ചു പിടിച്ചു അവൾ. കാർത്തു. വിളി കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല. അവൻ ബലമായി ആ മുഖം തൻ്റെ നേർക്ക് തിരിച്ചു പിടിച്ചു. ഏറെ പ്രണയത്തോടെ അവളുടെ നെറ്റിയിൽ അവൻ മെല്ലെ ഒന്ന് ചുംബിച്ചു. തലയുയർത്തി അവളുടെ മുഖം ആകെയൊന്ന് നോക്കിയവൻ. പെട്ടെന്ന് തന്നെ അവൻ്റെ അധരങ്ങൾ അതിൻ്റെ ഇണയെ കണ്ടെത്തി അവിടേക്ക് ചേക്കേറി. അവൻ്റെ ചുംബന ചൂടിൽ അവൾ ആകെ വിവശയായി. പയ്യെ പയ്യെ അവളും അതിൽ അലിഞ്ഞു ചേർന്നു. അവൻ്റെ കൈകളും ചുണ്ടുകളും അവളുടെ ശരീരമാകെ അലഞ്ഞു നടന്നു. ഒടുവിൽ പ്രണയം അതിൻ്റെ പൂർണ്ണതയിലെത്തിയപ്പോൾ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. പതിവില്ലാതെ വെളുപ്പിനെ തന്നെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ആരാണെന്ന് പോലും നോക്കാതെ ദേവി ഫോൺ വേഗം എടുത്തു. അതെ, ഞാൻ എവിടേക്കാ വരേണ്ടത്? മറുതലക്കൽ നിന്നും വിച്ചുവിൻ്റെ ചോദ്യം കേട്ട് കാര്യം മനസ്സിലാവാതെ ദേവി തലയും ചൊറിഞ്ഞിരുന്നു. പറ, എവിടേക്കാ വരേണ്ടത്? എവിടെ വരാൻ? എന്താ വിച്ചുവേട്ടാ രാവിലെ തന്നെ പിച്ചുമ്പയും പറയുവാണോ? കാര്യം മനസ്സിലാവാതെ ദേവി ചോദിച്ചു. അല്ല, ഇന്നലെ പറഞ്ഞിരുന്നില്ലേ ഇന്ന് തരാമെന്ന്? അത് കിട്ടാൻ എവിടെ വരണമെന്നാ ചോദിച്ചത്. എൻ്റെ ദൈവമേ, ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന മനുഷ്യനായിരുന്നു. അവൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായതും ദേവി തലയിൽ കൈവച്ച് സ്വയം പറഞ്ഞു. എൻ്റെ വിച്ചുവേട്ടാ, നേരൊന്ന് വെളുത്തോട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് സമയവും സ്ഥലവും ഒക്കെ തീരുമാനിക്കാം. അല്ല, സമയവും സ്ഥലവും ഒക്കെ പറഞ്ഞാൽ അതിനനുസരിച്ച് റെഡിയായി നിൽക്കാലോ. വിച്ചു വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുപോലെ പറഞ്ഞു. സത്യത്തിൽ ഇന്നലെ അവനിൽ നിന്നും രക്ഷപ്പെടാനായി ദേവി അങ്ങനെ ചുമ്മാ പറഞ്ഞതായിരുന്നു. അവളത് അപ്പോൾ തന്നെ മറക്കുകയും ചെയ്തു. എന്നാൽ അവനത് ഇപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് ഒരേ സമയം ചിരിയും നാണവും വന്നു. അതെ, ഇതൊക്കെ എങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട കാര്യമാണോ? അതിനൊക്കെ ഒരു മൂഡ് തോന്നണ്ടേ?
ഇന്നലത്തെ പോലെ സന്ദർഭവും സാഹചര്യവും ഒത്തുവരുമ്പോൾ അങ്ങനെ അങ്ങ് സംഭവിച്ചോളും, അതല്ലേ നല്ലത്. അവളൊരു മയത്തിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ദേ, വിളിച്ചുണർത്തി ഇലയും ഇട്ടിട്ടിപ്പോ ഊണില്ലെന്നോ? ഉള്ള മൂടൊക്കെ മതി, ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. മര്യാദയ്ക്ക് ഞാൻ എവിടെയാ വരേണ്ടതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് കയറി വരും. അയ്യോ, ഇങ്ങോട്ടേക്കൊന്നും വരല്ലേ. അതുവരെയുള്ള ഉറക്കപ്പിച്ചെല്ലാം പോയി അവൾക്കാകെ വെപ്രാളമായി. ദൈവമേ, ഈ മനുഷ്യൻ ഇത്ര തറയായിരുന്നെന്ന് ഒരു സൂചന പോലും നീ എനിക്ക് തന്നില്ലല്ലോ. അവൾ മുകളിലേക്ക് നോക്കി ആലോചിച്ചു. അതെ വിച്ചുവേട്ടാ, ഞാനിപ്പോ പല്ല് പോലും തേച്ചിട്ടില്ല. എഴുന്നേറ്റ പാടെ ഇരിക്കുകയാ. ഞാനൊന്ന് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് ആലോചിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ഉറപ്പാണോ? ഉറപ്പായിട്ടും വിളിക്കാം. കൂടുതൽ സംസാരത്തിന് ഇട കൊടുക്കാതെ അവൾ വേഗം ഫോൺ വെച്ചു. നീ എന്താമി ചായമഗ്ഗം പിടിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? രാവിലെ സിറ്റ് ഔട്ടിൽ ആലോചനയോടെ ഇരിക്കുന്ന ആമിയെ നോക്കി സ്വാതി ചോദിച്ചു. ഇത് കുടിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയായിരുന്നു. അതെന്താ, കൊള്ളില്ലേ? ചായയൊക്കെ കൊള്ളാം, പക്ഷേ വയറ് നിറഞ്ഞിരിക്കുകയല്ലേ? സ്വാതിയെ ദയനീയമായി നോക്കിക്കൊണ്ട് ആമി പറഞ്ഞു. അവളുടെ നോട്ടവും സംസാരവുമെല്ലാം കണ്ട് സ്വാതിക്ക് ചിരി വന്നു. കുറച്ചു നേരം മുൻപ് സുഭാഷും ശ്രുതിയും അച്ഛനും അമ്മയും വന്നിരുന്നു. വയർ നിറച്ച് കൊടുത്തിട്ടാണ് അവർ പോയത്. അവരുടെ ഉള്ളിലെ സങ്കടവും സ്നേഹവും ഒക്കെ ആയിരുന്നു ദേഷ്യമായി അവർ പറഞ്ഞു തീർത്തത്. അത്രത്തോളം അവരെല്ലാം വിഷമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സ്വാതിക്ക് മനസ്സിലായി. പോട്ടേടി, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ. എന്നാലും എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. ചുമ്മാ എല്ലാവരെയും വിഷമിപ്പിച്ചു. ഇപ്പോൾ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നെന്ന്. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, മഹാഭാഗ്യം. ഇനി ഇമാതിരി ചിന്തകൾ വരുമ്പോൾ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കേ, അല്ലാതെ ഒറ്റയ്ക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കുകയല്ല വേണ്ടത്. മോളെ സ്വാതി, നിന്റെ ഭാവി ഭർത്താവ് ആവശ്യത്തിൽ കൂടുതൽ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ഇനി നിന്റെ വക കൂടി ഞാൻ താങ്ങില്ല. ഡയലോഗിന് മാത്രം അവൾക്കൊരു കുറവുമില്ല. വേഗം കുടിച്ചിട്ട് പോയി കുളിക്കാൻ നോക്കടി. അവളെ ചീത്തയും പറഞ്ഞ് രാവിലത്തേക്കുള്ള പലഹാരം ഉണ്ടാക്കുന്നതിനായി സ്വാതി അടുക്കളയിലേക്ക് പോയി. വെന്ത ഇഡലി കാസറോളിലേക്ക് പകർത്തുമ്പോഴാണ് സ്വാതി കോളിംഗ് ബെൽ അടിക്കുന്നത് ശബ്ദം കേട്ടത്. ഈ നേരത്ത് ആരാണാവോ എന്ന് ആലോചിച്ചുകൊണ്ട് അവൾ പോയി വാതിൽ തുറന്നു. മുന്നിൽ ദർശനെ കണ്ട് എന്താണ് ഇത്ര വൈകിയത് എന്ന രീതിയിൽ അവളൊന്ന് നോക്കി. രാത്രി പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. എന്ത് പ്രശ്നം? മുഖത്തെ ചമ്മൽ പുറത്ത് കാണിക്കാതിരിക്കാനായി മുഖം ഗൗരവമായി പിടിച്ചു നിൽക്കുന്ന അവൻ്റെ ഭാവം കണ്ട് വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് സ്വാതി ചോദിച്ചു. അല്ല, അവളുടെ അച്ഛനോ ചേട്ടനോ ആരെങ്കിലും വന്ന് വല്ല പ്രശ്നമുണ്ടാക്കിയോ എന്ന്. ഇതുതന്നെയല്ലേ 10 മിനിറ്റ് ഇടവിട്ട് ഫോൺ വിളിച്ച് നേരം വെളുക്കുന്നത് വരെ അവളോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അവനൊരു ചമ്മലോടെ അവളെ നോക്കി. പെട്ടെന്ന് തന്നെ മുഖത്ത് ഗൗരവഭാവം കൈവരിക്കാൻ ശ്രമിച്ചു. അത് പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങൾ 2 പെൺകുട്ടികൾ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിട്ടാണ്. അതിന് ഞങ്ങൾ ഒറ്റയ്ക്കൊന്നല്ലല്ലോ. മുകളിലും അപ്പുറത്തുമായി നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകൾ തന്നെയല്ലേ ചുറ്റുമുള്ളത്. തൊട്ടപ്പുറത്ത് സുഭാഷേട്ടനും അച്ഛനുമുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഈ ജനൽ വഴി വിളിച്ചാൽ കൃഷിനും വിളി കേൾക്കാം. പിന്നെ എന്ത് പേടിക്കാനാ? ഓ, ഈ ജനൽ വഴി നോക്കിയാ കൃഷി താമസിക്കുന്ന റൂം കാണാമല്ലേ? വാതിൽക്കൽ തടസ്സമായി നിൽക്കുന്നവളെ ഒരല്പം സൈഡിലേക്ക് തള്ളി മാറ്റി അകത്തേക്ക് കയറി ജനൽ വഴി അപ്പുറത്തെ കോമ്പൗണ്ടിലെ ബിൽഡിങ്ങിലേക്ക് നോക്കിക്കൊണ്ട് ദർശൻ ചോദിച്ചു. ഒരു ചിരിയോടെ പതുക്കെ ഒന്ന് മൂളിക്കൊണ്ട് അവളും അകത്തേക്ക് കയറി. അല്ല, ആമി എവിടെ? കണ്ടില്ലല്ലോ. അവൾ റൂമിലുണ്ട്, ഓഫീസിൽ പോകാൻ റെഡിയാവുകയാണ്. ഓ ആ, സ്വാതിക്ക് ചായ ഇടാൻ അറിയോ? അറിയാം. എന്താ? എന്നാലേ ഒരു നല്ല ചൂട് കട്ടൻ ചായ ഉണ്ടാക്കി വെക്ക്. അപ്പോഴേക്കും ഞാനൊന്ന് ആമിയെ കണ്ടിട്ട് വേഗം വരാം. പിന്നെ ധൃതി പിടിച്ച് കൈയൊന്നും പൊള്ളിക്കാൻ നിൽക്കണ്ട. ചായ പതുക്കെ ഉണ്ടാക്കിയാൽ മതി. ദൈവമേ, എങ്ങനെ മസിൽ പിടിച്ച് നടന്നിരുന്ന മനുഷ്യനാ. ഓരോരോ അവസ്ഥയെ. അവൻ അവരുടെ ബെഡ്റൂമിലേക്ക് പോയതും അവൾ സ്വയം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ദർശൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ മുറിയിൽ ആമി ഉണ്ടായിരുന്നില്ല. ഇവളിതെവിടെ പോയി? ഇനി ആ സ്വാതി എന്നെ പറ്റിച്ചതാണോ? അവളിതിൻ്റെ അകത്തുണ്ടെന്നും പറഞ്ഞ് ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ആലോചിച്ചു. അപ്പോഴാണ് ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം അവൻ കേട്ടത്. ഓ, തമ്പുരാട്ടി പള്ളി നീരാട്ടിലായിരുന്നു. അവൻ ടേബിളിലിരുന്ന അവരുടെ തന്നെ ഓഫീസിലെ ഒരു ഫയൽ എടുത്ത് മറിച്ചു നോക്കി അവിടെ തന്നെ നിന്നു. അല്പം കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന ആമി കാണുന്നത് തൻ്റെ റൂമിൽ ഫയലും വായിച്ചു നിൽക്കുന്ന ദർശനെയാണ്. അവളൊന്ന് ഞെട്ടി.
കുളി കഴിഞ്ഞ് ഒരു ടോപ്പ് മാത്രം ഇട്ടാണ് അവൾ പുറത്തേക്കിറങ്ങിയത്. ഇടാനുള്ള ലെഗിൻസും കട്ടിലിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇതേ സമയം അവൾ വന്നതറിഞ്ഞ് ഫയൽ ടേബിളിൽ തന്നെ തിരിച്ചു വെച്ച് നോക്കിയ ദർശൻ കാണുന്നത് തന്നെ ഞെട്ടി നോക്കി നിൽക്കുന്ന ആമിയെയാണ്. അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. കുളി കഴിഞ്ഞതിൻ്റെ ഭാഗമായി മുടിയിൽ നിന്ന് വെള്ളം ഇറ്റി വീഴുന്നുണ്ട്. ടോപ്പിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗം രണ്ട് വശത്തും കൂട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലും മുട്ടിന് താഴെ വരെ ടോപ്പുള്ളൂ. ആഹാ, ഒന്ന് കണ്ട് രണ്ട് വാക്ക് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നതാ. ഇതിപ്പോ പെട്ടെന്നൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ. കുസൃതി നിറഞ്ഞ ചിരിയോടെ ഒരു പ്രത്യേക ഈണത്തിൽ ദർശൻ പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നതും ആമി സ്ലിറ്റിലെ പിടുത്തം ഒന്നുകൂടി മുറുക്കി പിടിച്ചു.